വിശ്വാസിയായി ഞാൻ ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ നേതാവ് പറയുന്നു ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കലാകുന്നു എന്റെ ലക്ഷ്യം. അപ്പോ സ്വാഭാവികമായും പരമ്പരാഗതമായിട്ട് വന്നതല്ല ഇത് എന്ന് ഉറപ്പല്ലേ? അല്ല, അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഇസ്ലാം അല്ല എന്ന് മൗദൂദി പറഞ്ഞു. ഇവിടെ ടികെയും പ്രസംഗിച്ചു. തബ്ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങനെ പ്രഭാഷണത്തിൽ ഒരു സൂചനയെങ്കിലും നൽകിയത് ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത്രയും നാളത് നോക്കി നിൽക്കിയത് ഞങ്ങളും. സ്വാഭാവികമായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഉറുദുവിലാണ് ഇവരെ ഗ്രന്ഥങ്ങൾ അധികം. ഞാനതുകൊണ്ട് മിക്ക പള്ളിയിലും ചില ഖത്തീബന്മാർ ഈ തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കൂല. അവർ വന്ന് തബ്ലീഗ് വായിച്ച് താലീം വായിച്ച് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ സാധാരണക്കാർ മനസ്സിലാക്കി എന്താ അറിയും, നമ്മുടെ പള്ളിയിലെ ഖത്തീബ് എതിർക്കുന്നില്ലല്ലോ, ഉസ്താദ് എതിർക്കുന്നില്ലല്ലോ, അപ്പോൾ ഇവർക്ക് കുഴപ്പം കാണൂല. അതാണ് സല്ലത്തുൽ ആലിമി സല്ലത്തുൽ ആലെന്നൊക്കെ പറയുന്നത്. പണ്ഡിതൻ മൗനം ദീക്ഷിച്ചാൽ അല്ലേ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തു വന്നാസി അജ്മഈൻ. മിക്കവാറും സ്ഥലങ്ങളിൽ ഈ സാധാരണക്കാര് പണ്ഡിതന്മാരവരെ വിമർശിക്കാത്തത് കൊണ്ട് ഇവര് കൊള്ളാവുന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോവുകയാണ്. അത് വിമർശിക്കാത്തതിന് രണ്ട് കാരണമാണ്. നേരത്തെ ശ്രീകൃഷ്ണ പറഞ്ഞല്ലോ, ഒന്ന് മുജാഹിദിന്റേത് മലയാളത്തിൽ വാങ്ങാൻ കിട്ടും, ജമാഅത്ത് ഇസ്ലാമിയുടേത് അറബി മലയാളമുണ്ട്, ഉറുദു വാങ്ങാൻ കിട്ടും. അവരെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാനും കഴിയും. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നോട്ടീസ് സർക്കാരുണ്ടോ, പ്രകടനം നടത്താറുണ്ടോ, കുറ്റമലത്ത് നടത്താറുണ്ടോ? ഇല്ല എന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അതേ സമയത്ത് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ മിക്കവയും ഉറുദുവിലാണ്. കേരളക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ ഒരു വകുപ്പുണ്ടല്ലോ. എന്താണത്? മിക്ക ആളുകൾക്കും മീഡിയം ബാൻഡ് മാത്രമേ ഉണ്ടാവൂ. ഒരൊറ്റ സ്റ്റേഷൻ മാത്രമേ പിടിക്കൂ മലയാളം. അത് തന്നെ തെക്കും വടക്കും രണ്ട് മലയാളം. ഇങ്ങോട്ടൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോ ഞാനൊക്കെ വളരെ ശ്രമകരമായിട്ടാണ് ഭാഷ പറയുന്നത്. എന്റെ കാരണം ഇത് വടക്ക് വരരുതേ, എന്നാലും ഹുബ്ബുൽ വത്വനി മിനൽ ഈമാൻ എന്നാണല്ലോ, പ്രാദേശിക ഭാഷ വരാതിരിക്കൂല. അത് നിങ്ങൾ അവിടെ വന്നാൽ അങ്ങനെയാണ്. പുള്ളിക്കാൻ ഡാവേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയും. അപ്പുറത്ത് വന്ന തൃശ്ശൂരിലെത്തിയിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞിട്ട് അവന്റെ വേറെന്തോ ഭാഷ അവനും പറയും. വടക്കെത്തിക്കഴിഞ്ഞെങ്കിലോ സ്വാഭാവികമായിട്ടും മൈറ്റാൽ മറ്റേറ്റാൽ അവരും പറയും. മലപ്പുറത്തെ ഇജ്ജു പജ്ജെന്ന് ഞങ്ങളും പറയും. ഇത് 6 നാട്ടിൽ മലയാളം തന്നെ 100 ഭാഷയാണ്. അതിലപ്പുറം നമുക്ക് കിട്ടില്ല. അതേസമയത്ത് ട്രെയിനിൽ കയറിയിട്ട് ഒരൊറ്റ രാത്രി നമ്മൾ ചാറ് ചോറ് പൊറാട്ട കറി എന്നൊക്കെ പറയും. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് കൊണ്ട് ചാറ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ 4 ആയിരിക്കും. ചോറ് എന്ന് പറഞ്ഞാൽ വരുന്നത് പോലീസായിരിക്കും. കാരണം ചോറ് കയറ കള്ളന്ന. അപ്പൊ അങ്ങനെ ഭാഷ മാറുന്നത് കൊണ്ട് ഇവരുടെ ലേഖനങ്ങൾ പലപ്പോഴും വായിക്കാൻ കഴിയുന്നില്ല. അതറിയാത്ത ആളുകൾ പിന്നെ എന്ത് ചെയ്യും? ഇവന്മാരെ ഇറക്കി വിട്ടാൽ എന്താണോ ഉസ്താദ് അവർക്ക് കുഴപ്പോ എന്ന് മഹല്ലിലൊരു കാരണവർ ചോദിച്ചാൽ അതെനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കറിയാൻ പാടില്ല, നിങ്ങൾ എന്തിനാ ചെയ്തത്? നിങ്ങളെ കുഴപ്പക്കാരൻ. അവിടെ കള്ളൻ പോലീസാകും, പോലീസ് കള്ളനും പോകും. സ്വാഭാവികം. അപ്പൊ പിന്നെ മൗനം വിദ്വാന് ഭൂഷണം, പിരിവായത്തിന് വിഡിക്കും. അങ്ങനെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പലരും എതിർക്കാതിരിക്കും. ഇതാ സത്യം. എന്നാലും കുറെ കഴിയുമ്പം 40 ദിവസം കളവ് നടന്നാൽ 41ാമത്തെ ദിവസം ഉമ്മരപ്പടി വിളിച്ചു പറയുന്നൊരു പ്രോവർബുണ്ട്. ഇപ്പൊ അതാ സംഭവം. പതിയെ മുഖാമുഖങ്ങളും പതിയെ CD കാസറ്റുകളും ഓഡിയോ കാസറ്റുകളും ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിലെ മാസികകൾ കുറച്ച് മുമ്പായി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിൽ ആശയം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയതിൽ ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിക്കാം, പിന്നെ മലയാളത്തിൽ രേഖ ഞാൻ വായിച്ചു തരാം. അതിൽ തലശ്ശേരി പള്ളിയിലെ ഖത്തീബായ സുബൈർ കൗസരി അദ്ദേഹം എടുക്കുന്ന ഒരു ക്ലാസ്സിൽ അദ്ദേഹം ഒരുപാട് സുന്നി ആചാരങ്ങളെ വിമർശിച്ചു. അന്ന് മരിച്ചതിന് 3 അടക്കമുള്ള പലതുമുണ്ട്. പലതും മറ്റ് 3-ാം ഫാത്തിഹയൊക്കെ എതിർത്ത് ഇട്ടുതരാം. ഏതായിരുന്നാലും പലതും വിമർശിച്ചു. ആ വിമർശിക്കുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് നിന്ന് ഇയാൾ വായിച്ചു, ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്നോടൊരു വിമ്മിഷ്ടം ഉണ്ടോ? ഉടനെ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തു വരുന്ന പാരമ്പര്യത്തിനെതിരായി ഞാൻ പറയുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ അതെല്ലാം അപ്രിയ സത്യങ്ങളാണ്, പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം മലയാളത്തിൽ പറയുന്നു, അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. പിന്നെ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിങ്ങനെ പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, പൂർവികന്മാർ നമുക്ക് മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ചിലത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്.
അതിൽ സഹോദരന്മാരെ പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിവിൽ നിന്നുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അതെല്ലാം ഒരുപക്ഷെ അപ്രിയ സത്യങ്ങളായിരിക്കാം, പറയാതിരിക്കാൻ നിർവാഹമില്ല. കണ്ടു നിങ്ങൾ, അപ്രിയ സത്യങ്ങളാണ്, പറയാതിരിക്കാൻ നിർവാഹമല്ല. ആവട്ടെ എന്നാലും പറഞ്ഞല്ല. സ്വാഭാവികമായിട്ടും പാരമ്പര്യമായി നിങ്ങൾ വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾക്ക് എതിരാകുന്നു ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇത് തന്നെയല്ല ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞത്, അതല്ല മുജാഹിദും പറഞ്ഞത്. അത് മലയാളത്തിൽ വാമൊഴി ഞാൻ കേൾപ്പിച്ചതാണ്. ഇനി ഉറുദു ഞാൻ വായിച്ചു. ആ ഉറുദു വായിച്ചതിന് മലയാളം ഇനി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ വല്ല കുഴപ്പവും മുസ്ലിയാരെ, അത് ഉറുദുവിന്റെ അതിന്റെ അർത്ഥം അങ്ങനെയല്ല, ഹർഗിസിന്റെ ഇങ്ങനെയല്ല, ഓന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പർമാത്തേഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പർമ രഹ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നെല്ലാം ആർക്കുകൾ അഭിപ്രായമുണ്ടെങ്കിൽ ഉണ്ടാവാം. ഭാഷയാണല്ലോ, ഒരു ചെറിയ പദം മാറിയാൽ സ്വാഭാവികമായിട്ടും അർത്ഥം മാറും. അങ്ങനെയല്ലേ? ആനപ്പുറത്ത് ചവിട്ടി എന്ന് പറയുന്നു, ആന പുറത്ത് ചവിട്ടിയെന്ന് തമ്മിൽ ഭയങ്കര മാറ്റാണ് അല്ലേ? ആനപ്പുറത്ത് ചവിട്ടി ഒരു കുഴപ്പമില്ല, 10 ഒരുമിച്ച് ചവിട്ടാം. ആന പുറത്ത് ചവിട്ടിയാലോ ആള് കാര്യവും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് വല്ലതും മാറ്റമുണ്ടെങ്കിലോ കേട്ടോളൂ, അവർ തന്നെ എഴുതിയത് ഹക്കീക്കത്ത് മാസികയാണ്, ഒറിജിനലാണ് എന്നർത്ഥം. ആ ഹക്കീക്കത്ത് മാസികയിൽ ജൂലൈ 1984 അതിൽ അവന്മാർ തന്നെ എഴുതുന്നത് കേട്ടോളൂ നിങ്ങൾ. ഒരിക്കൽ അദ്ദേഹം മൗലവി സഹീറുൽ ഹസനോട് ദുഃഖത്തോടെ പറഞ്ഞു, എന്റെ ഹൃദയത്തിലുള്ളത് എന്ത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്നു ഈ പരിപാടി നമസ്കാരമാണെന്ന്, എന്നാൽ ഞാൻ സത്യം ചെയ്യുന്നു അത് ശരിയല്ല എന്ന്. മറ്റൊരവസരത്തിൽ അദ്ദേഹത്തോട് ചെന്ന് മൗലാന പറഞ്ഞു, സഹീറുൽ ഹസൻ, നാം ലക്ഷ്യമാക്കുന്നത് ഒരു നവീകരിക്കപ്പെട്ട ഉമ്മത്തിനാകുന്നു. ഒരു നവീകരിക്കപ്പെട്ട ഉമ്മത്തിനെ ഉണ്ടാക്കലാകുന്നു. ഹക്കീക്കത്ത് മാസികയിൽ പറഞ്ഞ ഹക്കീക്കത്ത കാര്യം നോക്കിക്കോളുകൾ. സ്വാഭാവികമായും ഇനി ഞാൻ വായിച്ച ഉറുദു ഭയപ്പെടേണ്ടതില്ല. ആ ഉറുദുവിൽ അർത്ഥം വെച്ച് മുസ്ലിം തെറ്റിച്ചോന്ന് പേടിക്കേണ്ടതില്ല. ഇനി ഒന്നുകൂടെ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ആവർത്തിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനം പുതിയതാണ് എന്ന് അവരുടെ വിളിപ്പ് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാം പുതിയതാണ് എന്ന് അവർ വിളിപ്പ് സമ്മതിച്ചു, തബ്ലീഗ് ജമാഅത്തും പുതിയതാണ്, പാരമ്പര്യത്തിനെതിരായി പുതിയതാണ് എന്ന് അവരും സമ്മതിച്ചു. ഇനിയിപ്പോ ഒരു ചെറിയ വശം അവിടെ ബാക്കിയുണ്ട്. ഏതാ? സുന്നികൾ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായതാണ്, പണ്ടേ വരുന്ന വിശ്വാസക്കർമ്മ ആചാരങ്ങളാണ് എന്നത് നിങ്ങൾ പറയല്ലാതെ നിങ്ങളുടെ ആന്റികൾ ശത്രുക്കൾ ആരോ സമ്മതിച്ചതുണ്ടോ? അത് സത്യത്തിൽ ചോദ്യമല്ല. കാരണം ശത്രുക്കൾ ഒരിക്കലും നന്മ മിത്രങ്ങളെ കുറിച്ച് പറയില്ല. ഇനി പറഞ്ഞിട്ടുണ്ടോ എന്നാ പിന്നത് വാസ്തവാകുകയും ചെയ്യും. ആ രീതിയിൽ ഒരു ചെറിയ ക്ലിപ്പും കൂടെ ഞാൻ കേൾപ്പിക്കാം. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പ്രസ്ഥാനങ്ങളെ വിലയിരുത്തിയ കൂട്ടത്തിൽ പറയുന്നു, പാരമ്പര്യത്തിന്റെ അവകാശികൾ ശരിക്കും സുന്നികൾ തന്നെയാകുന്നു. ഇത് ഞാൻ പറയണ്ട, ജമാഅത്ത് ഇസ്ലാമി പറയട്ടെ. സലഫി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല മുസ്ലിം സമൂഹത്തിലെ ആചാരപരവും ഫിഖ്ഹിയുമായ ജീർണതകളെ, കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ വിശ്വാസശാസ്ത്രപരമായ ജീർണതകളെ ചെറുത്ത് ശുദ്ധീകരിക്കുക എന്ന ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരുന്നത്. സുന്നി